Yes, welcome to the Academy of Advanced Accounting, and I am Surendran Bethurpara speaking to you. Let us see the continuation part of Advanced Accounting. Already we have seen meaning, definition, and objectives of accounting. Now, the accounting principles, it's our topic. Accounting principles. Accounting principles are the rules and procedures which are adopted by the accountants universally in recording transactions. The rules and procedures which are adopted by the accountants universally for recording the business transactions. ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകത്തെമ്പാടുമുള്ള മുഴുവൻ അക്കൗണ്ടൻസും ഫോളോ ചെയ്യുന്ന ഒരുപോലുള്ള റൂൾസും പ്രൊസീജിയേഴ്സുമാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള അക്കൗണ്ടൻസ് ഒരേ റൂൾസും റെഗുലേഷനും ഫോളോ ചെയ്യുന്നത്? ഇറ്റ്സ് ഫോർ മെയിൻറ്റെയിനിങ് യൂണിഫോമിറ്റി ഇൻ റെക്കോർഡിങ്. യൂണിഫോമിറ്റി ഇൻ റെക്കോർഡിങ്, റെക്കോർഡ് ചെയ്യുന്നതിൽ യൂണിഫോമിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, എല്ലാം ഒരുപോലെയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂൾസും പ്രൊസീജിയേഴ്സും ഒരുപോലെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസിനെയാണ്, പ്രൊസീജിയേഴ്സിനെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ഓഫ് ടു ടൈപ്സ്. Number 1, accounting concepts, and number 2, accounting conventions. Accounting concepts number 1, and what are those accounting concepts and what is accounting concept? Accounting concept, it is those assumptions and conditions upon which accounting principles are based. Accounting concepts are those assumptions and conditions upon which accounting principles are based. ഇത് അസംഷൻസ് ആണ്, ഇത് ചില കണ്ടീഷൻസ് ആണ്, ഇത് ഒരുപാട് ഊഹങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളാണ്. ആ ഊഹങ്ങളും വ്യവസ്ഥകളും അതിന് മുകളിലാണ് പ്രിൻസിപ്പിൾസ് നിൽക്കുന്നതെങ്കിൽ അക്കൗണ്ടന്റ് ഫോളോ ചെയ്യുന്ന ചില വിശ്വാസങ്ങളുണ്ട്, അക്കൗണ്ടന്റ് ഫോളോ ചെയ്യുന്ന ചില ആശയങ്ങളുണ്ട്, അക്കൗണ്ടന്റ് ഫോളോ ചെയ്യുന്ന ചില ഊഹങ്ങളുണ്ട്. ആ ഊഹങ്ങളുടെ, ആ വ്യവസ്ഥകളുടെ മുകളിലാണ് പ്രിൻസിപ്പിൾസ് നിൽക്കുന്നതെങ്കിൽ ഈ വ്യവസ്ഥകളെ മുഴുവനായിട്ട് നമ്മൾ പറയും അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന്. സോ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആർ ദി അസംഷൻസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൺ വിച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ്. What are those concepts, accounting concepts we have? Number 1, business entity concept. So this is very important concept as far as the advanced accounting is concerned. Okay, business entity concept. So this concept says business has a separate legal entity apart from its owners. Business concern has a separate legal entity apart from its owners. So after incorporation or after the creation of a business concern gets a separate legal entity. It becomes an artificial legal person apart from its owners. അതിൻ്റെ ഉടമസ്ഥന്മാരിൽ നിന്നും ഈ സ്ഥാപനം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു അസ്തിത്വം നിലവിൽ വരും എന്നാണ്. എന്ന് വെച്ചാൽ മിസ്റ്റർ എക്സ് കമൻസ് ബിസിനസ് വിത്ത് റുപ്പീസ് 1 lakh, 1 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് എക്സ് ഒരു സ്ഥാപനം തുടങ്ങി, ഒരു കച്ചവട സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം നിലവിൽ വന്നു കഴിഞ്ഞാൽ എക്സ് ഈസ് ഓൺലി എ ലെൻഡർ ഓഫ് മണി. എക്സ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ഥാപനത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു എന്ന് അർത്ഥം. അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് വെച്ചാൽ ഈ എക്സ് 1 ലക്ഷം രൂപ സ്ഥാപനത്തിന് കടം കൊടുത്തു എന്നാണ് അർത്ഥം. അങ്ങനെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ബാധ്യതയാണ് എക്സിനോട് 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനുള്ളത്. അപ്പൊ എക്സ് ഒരു ലെൻഡർ മാത്രമാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുക? സോ ഇത് ലീഗലായിട്ട് ഫോം ചെയ്തപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഇതൊരു കൃത്രിമമായിട്ടുണ്ടാക്കിയ, നിയമപരമായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ലെൻഡർ അതർവൈസ് ഓണറും ഈ ബിസിനസ് സ്ഥാപനം തമ്മിൽ വ്യത്യസ്തരായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത്. സോ ദിസ് ഇസ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഇതൊരു വിശ്വാസമാണ്, ഇതൊരു ഐഡിയ ആണ്. നമ്പർ 2, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. So in this concept, it says all transactions are to be recorded in the books of accounts in terms of money only. പണത്തിന്റെ രൂപത്തിൽ മാത്രമേ ഏതൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. Only those items which can be converted into money form
are recorded in this books of accounts. ഏതൊക്കെ ട്രാൻസാക്ഷനും പണത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. So those transactions which cannot be converted into financial terms or monetary terms, that cannot be recorded in this books of accounts. അങ്ങനെയുള്ളതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ക്വാളിറ്റി ഓഫ് എ പ്രോഡക്റ്റ്, മൊറാലിറ്റി ഓഫ് എംപ്ലോയീസ്, വർക്കിംഗ് കണ്ടീഷൻ ഇൻ ദി ഫാക്ടറി, എക്സെട്ര. ഇതെല്ലാം നമുക്ക് എന്താണ് മോണിറ്ററി ടേംസിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അക്കൗണ്ടിങ്ങിനകത്ത് സ്ഥാനം ഉണ്ടാവില്ല. നമ്പർ 3, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. So this business concern will continue for an indefinite period of time. So this is the idea. This is the concept. Every business concern will continue for an indefinite period of time. ഒരിക്കലും ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഇത്ര വർഷത്തേക്കാണെന്ന് പറയാൻ പറ്റില്ല. ആസ് ഫാർ ആസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് കൺസേൺ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിശ്ചിത പീരീഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയല്ല, ഒരുപാട് വർഷങ്ങളിലേക്ക് അത് പോകും. അതുകൊണ്ട് അതിൻ്റെ ആയുസ് ഇപ്പം നിശ്ചയിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുന്നത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ഇത് തുടർന്ന് ഒരുപാട് വർഷങ്ങളിലേക്ക് പോകുമെന്നുള്ള ആ ഒരു ഐഡിയയിലായിരിക്കണം അക്കൗണ്ടിങ്ങിനെ ഡീൽ ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് അവസാനിക്കില്ല, 2 വർഷം കൊണ്ട് അവസാനിക്കില്ല, 10 വർഷം കൊണ്ട് അവസാനിക്കില്ല, 100 വർഷം കൊണ്ടും അവസാനിക്കണമെന്നില്ല. അങ്ങനെ ഇൻഡെഫിനിറ്റ് പീരിയഡിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുമെന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനെ ഡീൽ ചെയ്യുക. നമ്പർ 4, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. Accounting period concept means accounts are prepared for a particular period of time. Always accounts are prepared for a particular period of time. And what is the length of that accounting period? What is the length of that accounting period? Usually 12-month period is taken into account while preparing books of accounts. 12-month period, that means 1 year period. ഒരു വർഷത്തെ പീരിയഡാണ് സാധാരണയായിട്ട് അക്കൗണ്ടിങ് പീരിയഡ് ആയിട്ട് എടുക്കുക. 2 വർഷം എടുത്താലും കുഴപ്പമില്ല, 6 മാസം എടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് 1 വർഷം എടുക്കുക. അത് സാധാരണയായിട്ട് നമ്മൾ ഫ്രം April 1st to March 31st നെക്സ്റ്റ് ഇയർ. ഇതാണ് ഒരു അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്, ഒരു ഫൈനാൻഷ്യൽ പീരിയഡ് എന്ന് പറയുക. അത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു വർഷ പീരിയഡാണ് സാധാരണയായിട്ട് അക്കൗണ്ടിങ് പീരിയഡ്. നമ്പർ നെക്സ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്. Always all transactions are recorded at cost price, especially those fixed asset items are recorded only in historical cost. That means actually expended cost. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കോസ്റ്റ്, അതിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. That means if one asset is purchased, furniture is purchased for 1 lakh, 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങി, then sometimes on that day itself or on the next day, if furniture cost, that the cost of furniture is increased to 1,10,000, record should be maintained with that amount only, 1 lakh rupees only. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണെങ്കിൽ അതിന്റെ വാല്യൂ പിറ്റേ ദിവസത്തേക്ക് 1,10,000 രൂപയായിട്ട് വർദ്ധിച്ചാലും 1 ലക്ഷം രൂപ മാത്രമേ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം the actual amount of expenditure met by the enterprise, it's only rupees 1 lakh. Therefore it is recorded at cost price, historical cost price. നിങ്ങൾ സംഭവിച്ച കോസ്റ്റിനായിരിക്കണം റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. As far as the financial accounting is concerned, this is very important concept. Dual aspect concept. Every transaction has, each and every transaction has 2 aspects. Dual aspect. One is receiving aspect and number 2 is giving aspect. The first aspect is receiving aspect and second aspect is giving aspect. That means every transaction has 2 aspects, equal and corresponding 2 aspects. One debit aspect and the second one is credit aspect. One is coming and the next one is going out. ഒന്ന് അകത്തേക്ക് വരുന്നു, മറ്റൊന്ന് പുറത്തേക്ക് പോകും. ഉറപ്പായിട്ടും എക്സ് 1 ലക്ഷം രൂപ സ്ഥാപനത്തിനകത്തേക്ക് തന്നിട്ടുണ്ടെങ്കിൽ, സ്ഥാപനം തുടങ്ങിയത് 1 ലക്ഷം രൂപ തന്നിട്ടാണെങ്കിൽ എക്സിന്റെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ സ്ഥാപനം വാങ്ങി. ഇനി എന്താ അങ്ങോട്ട് പോകുന്നത്? അവിടത്തേക്ക് 1 ലക്ഷം രൂപയുടെ ബാധ്യത പോകുന്നു എന്നാണ്. നിങ്ങൾ അസറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ബാധ്യതയും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. അത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിന്റെ പ്രത്യേകതയാണ്. എത്രയാണോ റിസീവ് ചെയ്തത് അതിന് ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗിവിംഗ് ആസ്പെക്ട് കൂടി ഉണ്ടാവും. സോ ദിസ് ഇസ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. നെക്സ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്.
Here, all revenues realized are recorded. Realized here means if revenues are recognized also, that should be treated as a realized. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സെയിൽസ് നടത്തി, വിൽപ്പന നടത്തി, ഒരു 10 ലക്ഷം രൂപയുടെ വിൽപ്പന നടത്തി. പക്ഷെ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 10 ലക്ഷത്തിന്റെ വിൽപ്പന നടത്തി 5 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഇറ്റ് ഈസ് ഓൺലി rupees 5 lakh. ബട്ട് ദ സെയിൽസ് ഈസ് മെയ്ഡ് ഫോർ rupees 10 lakhs. 10 ലക്ഷത്തിന്റെ സെയിൽസ് നടത്തിയത് 5 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. എനിവേ 10 ലക്ഷവും വരുമാനമായിട്ട് എഴുതണം. അത് നിങ്ങൾ എഴുതുന്ന സമയത്തേക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അത് നിങ്ങളുടെ സെയിൽസ് എമൗണ്ട് ആയിട്ട് കൂട്ടുക, നിങ്ങളുടെ വരുമാനത്തിന്റെ പട്ടികയിൽപ്പെടുത്തുക. ദാറ്റ് മീൻസ് ഓൾ ട്രാൻസാക്ഷൻസ് ഷുഡ് ബി, ഓൾ ഇൻകംസ് റെക്കഗ്നൈസ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ റിയലൈസ്ഡ്. നിങ്ങൾക്ക് സംഭവിച്ചത് മുഴുവൻ റിയലൈസ്ഡ് എന്ന് ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് സേസ് ദാറ്റ് ഇൻകംസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് എക്സ്പെൻസസ്. Incomes should be matched with the expenses for a particular period of time. ഏത് പീരിയഡിലേക്ക്, ഏത് അക്കൗണ്ടിങ് പീരിയഡിലേക്ക് നിങ്ങൾ ഇത് ചെയ്യുന്നത്, ആ പീരിയഡിലേക്ക് ഇൻകംസും കോസ്റ്റും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്തിരിക്കണം, മാച്ച് ചെയ്തിരിക്കണം. ഇഫ് ഇൻകം ഈസ് മോർ ദാൻ, ഇഫ് റവന്യൂ ഈസ് മോർ ദാൻ ദി എക്സ്പെൻസസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോഫിറ്റ്. ഇഫ് റവന്യൂ ഈസ് ലെസ് ദാൻ ദി എക്സ്പെൻസസ്, ഇറ്റ് ഈസ് കോൾഡ് ലോസ്. ഇതിനെയാണ് പ്രോഫിറ്റ് ലോസ് എന്ന് പറയുക. നിങ്ങളുടെ വരുമാനം കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ അത് പ്രോഫിറ്റും, വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ അതിന് ലോസും എന്നാണ് പറയുക. ഇത് തമ്മിൽ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സോ ഹിയർ മാച്ചിങ് കൺസെപ്റ്റ് സേസ് ദാറ്റ് റവന്യൂസ് ആർ ടു ബി മാച്ച്ഡ് വിത്ത് കോസ്റ്റ് ഓർ എക്സ്പെൻസസ് ടു recognize or to identify whether the business concern earned profit or loss. Okay, next one, accrual concept. Accrual concept says all happenings are to be recorded. All items, all transactions happened are recorded. Accrued are recorded. Whether it is received or paid, it is not a matter. So all transactions happened or accrued. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. റെന്റ് 1000 രൂപ കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല. കിട്ടേണ്ടത് വരുമാനമായിട്ട് ചെയ്യണം. റെന്റ് 10,000 രൂപ കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടതായിട്ട് റെക്കോർഡ് ചെയ്യണം, ചെലവായിട്ട് റെക്കോർഡ് ചെയ്യണം. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുക. സെയിൽസ് 10 ലക്ഷം രൂപയുടെ നടന്നിട്ടുണ്ട്, പക്ഷെ മുഴുവനും കിട്ടിയിട്ടില്ല. വരുമാനത്തിന്റെ ഇതിൽ 10 ലക്ഷം രൂപ എന്ന് എഴുതിയിരിക്കണം. ഇനി പർച്ചേസ് നടത്തി, 5 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി, പേയ്മെന്റ് കൊടുത്തിട്ടില്ല, പർച്ചേസ് സാധനം കൊണ്ടൊന്നും പണം കൊടുത്തിട്ടില്ല, അപ്പൊ അത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുക. അക്രൂവൽ കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. നമ്പർ ലാസ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. Objectivity concept that says that every recorded item should be verifiable. That means supporting documents should be attached with all vouchers, receipts, etc. Okay, all supporting documents should be attached with supporting bills or invoices, etc. should be attached with vouchers and receipts, etc. ഇതിനോടൊപ്പം നിങ്ങൾ തുന്നിച്ചേർത്ത് വച്ചിരിക്കണം. എന്താണ്? ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും, അക്കൗണ്ടിങ്ങിനകത്ത് ഏതൊരു റെക്കോർഡിംഗ് നടത്തിയാലും അത് വെരിഫയബിൾ ആവണം, പരിശോധനയ്ക്ക് വിധേയമാക്കണം. അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ ഇത് കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തണം. ഓൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആർ ഓൺലി റെക്കോർഡഡ്. സംഭവിച്ചത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. എന്താണ്? ഇൻവോയ്സ് ആണെങ്കിൽ, പെയിൻ സ്ലിപ്പ് ആണെങ്കിൽ, ബില്ലാണെങ്കിൽ, ഇതൊക്കെ ഓരോ ട്രാൻസാക്ഷൻ്റെ വൗച്ചേഴ്സിനോടൊപ്പം, റെസീറ്റ്സിനോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് വെക്കുകയും വേണം. സോ ദീസ് ആർ ഓൾ ദി അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് വി ഹാവ്. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ചില വിശ്വാസങ്ങൾ. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് വി ആർ ഗോയിങ് ടു സീ ദി അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ചില കൺവെൻഷൻസിലേക്ക് പോവുകയാണ്, ചില സമ്പ്രദായങ്ങളിലേക്ക് പോവുകയാണ്, ചില നമ്മുടെ രീതികളിലേക്ക് പോവുകയാണ്. Then what is this accounting convention says? Accounting conventions are the customs and traditions which guide the accountant in preparing accounting statements. The customs and traditions, ഇത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതാണ്. ഇത് നമ്മുടെ സമ്പ്രദായമാണ്. നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഇതും വിശ്വാസത്തിന് അപ്പുറത്തേക്ക് നമുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയാണ്, പ്രൊസീജിയറാണ്. ഓക്കെ, നമ്പർ 1, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, കീപ്പ് ചെയ്യണം. എന്തിനാണ്? വൺസ് എ മെത്തഡ് ഈസ് ഫോളോഡ്,
So that method should continue for a long period. Once a particular method is followed. But depreciation ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ് ഒരു വർഷത്തിൽ യൂസ് ചെയ്തതെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളിലേക്ക് ഇത് ഈ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകണം. നിങ്ങൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്തത്, നിങ്ങൾ എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചത്, അത് ഒരുപാട് വർഷങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് പോകണം. സോ കൺസിസ്റ്റൻസി ഷുഡ് ബി മെയിൻറ്റൈൻഡ്. അത് തുടർച്ചയായിട്ട് ഒന്ന് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർന്ന് പോകണം. ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന പരിപാടി നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ റോങ് ആയിട്ട് വരും. അതുകൊണ്ട് എല്ലാ വർഷവും ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക പരമാവധി. നമ്പർ 2, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. സോ പ്രൊവൈഡ് ഫോർ ലോസ് ഓൺലി. ദാറ്റ് മീൻസ് പ്രൊവിഷൻസ് ഷുഡ് ബി മെയ്ഡ് ഫോർ loss only, anticipated loss only. No provision should be made for anticipated profits. ഇതൊരു കരുതലാണ്, കൺസർവേറ്റിസം ആണ്. നമ്മൾ സംരക്ഷിക്കുകയാണ് നമ്മളെ തന്നെ. സോ ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേയിങ് സേഫ്, ദ മെത്തഡ് ഓഫ് പ്ലേയിങ് സേഫ്. നമ്മൾ സ്വയം സേഫായിട്ട് പ്ലേ ചെയ്യുകയാണ്, നമ്മൾ സ്വയം രക്ഷപ്പെടലാണ്. എങ്ങനെയാണ്? നമ്മൾ ലോസസിനെ, ആൻറ്റിസിപ്പേറ്റഡ് ലോസസിനെ കാണുന്നു, വരാനിരിക്കുന്ന നഷ്ടങ്ങളെ കാണുന്നു, വരാനിരിക്കുന്ന ലാഭങ്ങളെ കാണില്ല. അപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നഷ്ടങ്ങളെ നമ്മൾ എക്സാച്ചറേറ്റ് ചെയ്തിട്ട് ഒരുപാട് പെരുപ്പിച്ചിട്ട് കാണിക്കും, ദെൻ ലാഭങ്ങളെ കാണാതിരിക്കും. ഇത് നമ്മൾ സ്വയം രക്ഷിക്കാനുള്ള ഒരടവാണ്. ഇത് നമ്മളെ റെസിസ്റ്റ് ചെയ്യാനുള്ള, നമുക്ക് വരാനിരിക്കുന്ന വലിയ മോശപ്പെട്ട കാലാവസ്ഥകളെ, മോശപ്പെട്ട ഒരു ടൈമിന്, കാലത്തെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ഇറ്റ് ഈസ് എ ഡിഫെൻസിങ് മെക്കാനിസം. ഇത് ഡിഫെൻസ് ചെയ്യുകയാണ്. എന്തിനാണ്? വരാനിരിക്കുന്ന നഷ്ടങ്ങളെ മാത്രം കാണുന്നു, ലാഭങ്ങളെ കാണില്ല. ഇനി ലാഭങ്ങൾ ഒരുപാട് വന്നാലോ, അപ്പോൾ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഒരുപാട് കൂടുകയും ചെയ്യും. പക്ഷെ അത് നേരത്തെ കാണരുത്, നേരത്തെ നഷ്ടങ്ങളെ മാത്രമേ കാണൂ. സോ ദിസ് ഇസ് കോൾഡ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. നമ്പർ 3, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഹിയർ ഇറ്റ് സേസ് all material facts are to be disclosed before the public. Material facts only. That means only those important factors are to be disclosed before the public through the financial statements. But less important items are either ignored or combined with, merged with those important factors. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത്. അല്ലാത്തതൊന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യരുത്. അതർവൈസ് അല്ലാത്തതെല്ലാം നമ്മൾ ഒന്നുകിൽ ഇഗ്നോർ ചെയ്യണം. ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. സോ ഇഫ് ലെസ് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആർ ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി അക്കൗണ്ടിങ്, ദെൻ അക്കൗണ്ടിങ് മേ ബി ഓവർ ബർഡൻഡ്. ഒരുപാട് ബേർഡനായി പോകും, വലിയ അക്കൗണ്ടിങ് ആവും. അതുകൊണ്ട് ഈ അക്കൗണ്ടിങ് വളരെ സംക്ഷിപ്തമായിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഓൺലി ദോസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ information only are to be recorded in the books of accounts or financial statements are prepared on the basis of this convention of materiality. And last convention of full disclosure. Entire things are to be disclosed, entire facts are to be disclosed. So this should be done, accounting should be done on the basis of a generally accepted accounting principle. Generally accepted accounting principles. Transparency should be kept. Transparency, that means എന്ത് ഇവിടെ സംഭവിച്ചാലും പുറമെ എല്ലാം അറിയാൻ തക്ക രീതിയിലായിരിക്കണം. നേരത്തെ പറഞ്ഞതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടായിരിക്കും ഈ പോയിന്റ് വരിക. എല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവനായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. ഒരു ഡൗട്ട് ഉണ്ടാവുന്ന രീതിയിലേക്ക് ഒരു അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും, ആരോടെങ്കിലും പേഴ്സണൽ ബയാസ് വെച്ചിട്ട് നിങ്ങൾ പെരുമാറിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓർ അതർവൈസ് ഏതെങ്കിലും ഐറ്റം ഹൈഡ് ചെയ്യാൻ പാടില്ല. എല്ലാം കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ട്രാൻസ്പെറൻസി നമ്മൾ കീപ്പ് ചെയ്യുക, സുതാര്യത കീപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ആരൊക്കെയോ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്പർ ഓഫ് പേഴ്സൺസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്റ്റോക്ക് ഹോൾഡേഴ്സ്, number of other persons, they are waiting for the result of this enterprise. That is why we should disclose all the entire matters before the public through
ദീസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇതാണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. സോ ദീസ് ആർ ഓൾ ദി കൺവെൻഷൻസ് ആൻഡ് കൺസെപ്റ്റ്സ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അക്കൗണ്ടിങ് നിൽക്കുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.